ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇത് രാവിലെയാണ്. ഇപ്പോൾ രാവിലെ അപ്പോൾ ഞാൻ രാവിലെ റോസ്മേരി വാട്ടറൊക്കെ തലക്കടിച്ചിട്ടിരിക്കുക. ഞാനൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ മുടിയൊക്കെ ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പോൾ എനിക്കൊന്ന് ഷാമ്പു ഇട്ട് തലയൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആകണം. എന്നിട്ട് നമുക്കിന്ന് പുറത്ത് പോകാനുണ്ട്. ഓക്കെ, റോസ്മേരി വാട്ടർ ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്താ. അപ്പോൾ എനിക്ക് എൻ്റെ മുടി വളരുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ അറ്റ് എ ടൈം ഞാൻ കുറേ വേറെയും മറ്റേ എന്തുവാ ഷാമ്പൂ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതും ഇതിൽ എഫക്റ്റ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എഫക്റ്റ് വന്നിട്ടുണ്ടോ എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ ഒരു ട്രൈ കൊടുത്തിട്ട് നോക്കാമെന്ന്. എനിക്ക് നല്ല ചേഞ്ച് വന്നു. ഒരു സമയത്ത് എൻ്റെ മുടി ഇങ്ങനെ ഒരു വളർന്ന് സ്റ്റക്കായിട്ടൊരു പോയിന്റിൽ ഇങ്ങനെ നിൽക്കും. നടുവിൻ്റെ ഒക്കെ ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ ഇങ്ങനെ നിൽക്കും. പിന്നെ താഴേക്ക് വരത്തില്ല. അതെനിക്ക് നല്ലപോലെ മാറിയ പോലെ തോന്നി. എനിക്ക് എന്തായാലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തു തരാം. ഇത് പിന്നെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എനിക്ക് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ആക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ദിവസമായി ഉപയോഗിച്ചിട്ട്. ആൽക്കുട്ട്നസിൻ്റെ ഞാനേ ഇതിപ്പോൾ ഏത് ദിവസമായി? ഇന്ന് 24 എങ്ങാണ്ടാന്ന് തോന്നുന്നു. അടുത്ത മാസം, അതായത് സെപ്റ്റംബർ, ഒരു 3 മാസം കണ്ടിന്യൂസ് ഷുഗർ കട്ട് പ്ലസ് ഡയറ്റ് എടുത്താലോ എന്ന് വിചാരിക്കുക. ജിമ്മിലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും? ഇന്നാൾ എനിക്ക് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു നമുക്ക് ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഇങ്ങനെ കമൻറ്റ് കണ്ടു. പിന്നെ എൻ്റെ ആരോഗ്യം സംഭവങ്ങളൊന്നും ഓക്കെ അല്ലായിരുന്നു. എനിക്കൊരു 1.5 മാസം എടുത്ത് ഒരു യൂറിനറി ഇൻഫെക്ഷൻ മാറാൻ. അപ്പം അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ പറ. കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന് പോകാൻ പറ്റുമോ. മഴ പെയ്യുന്നു, എന്താ ചെയ്യുന്നു? ഈ അപ്പ പരിപാടി പഠിപ്പിച്ചാലും ഇതല്ലേ. അപ്പം ഏക്കിനി അവിടെ ഇരുന്നാ മതി. നീ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാൻ അടങ്ങിടി. ഒരു സംഭവം കാണിച്ചു തരാം. എന്നിട്ട് എന്നിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കടി അല്ല ഇരിക്കടാ. ഇപ്പൊ എന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറണം അതിനായിട്ടാ. ഹേ ഗായ്സ്, അപ്പൊ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ ഞാൻ പുറത്ത് പോകാന്ന് പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടില്ലേ, അതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പോയില്ല. ഓണം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഈ മഴ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നടന്നില്ല. നല്ല മഴയായിരുന്നു. പിന്നെ ഇന്ന് മഴ കുറഞ്ഞപ്പോണ്ട്. ഇന്ന് ഓണമാണ്, കണ്ടിട്ട് തോന്നുകയും ചെയ്യുമല്ലേ. ഞാൻ ഓണമായിട്ട് ഇന്നിപ്പോൾ 12:30 ആ ടൈം എങ്ങാണ്ടായി. ഇതുവരെ ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല. കാരണം ഇവിടെ 2 ആഴ്ചയായിട്ട് വെള്ളമില്ല. അപ്പം നമുക്കൊരു ചെറിയ സർവീസ് പൈപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഓസൊക്കെ വഴി ഇട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആവശ്യമുള്ളിടത്തൊക്കെ ഇട്ടിട്ടാണ് വെള്ളം. അപ്പോൾ നമ്മൾ വാട്ടർ അതോറിറ്റി പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ഫോഴ്സ് കുറവാണ്. ഇപ്പം വെള്ളം യൂസ് ചെയ്യുന്നത് 1 ലക്ഷം ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്കാർക്ക് വെള്ളം കൊടുക്കേണ്ട എമൗണ്ട് കൂടുമ്പോഴത്തേക്കും പ്രഷർ ഇല്ല വെള്ളത്തിനും. അപ്പോൾ ഇവിടെ മുകളിലായിട്ടാണ് ടാങ്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് ടാങ്കിൽ വെള്ളം കയറത്തില്ല. പിന്നെ ഞങ്ങൾ ഈ പൈപ്പ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കുറച്ചൊക്കെ എൻ്റെ വക 2 സംഭവങ്ങളുണ്ടായിരുന്നു. അവിയലും ക്യാബേജ് തോരനും. ബാക്കിയൊക്കെ അമ്മയാണ് ചെയ്തത്. കുളിക്കാനും നനയ്ക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ കുളിച്ചിട്ടൊക്കെ വല്ലതൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇല്ല പ്ലാൻ ചെയ്തത്. നമുക്ക് അടുത്ത ഓണം ചിലപ്പോൾ അടിപൊളിയായിരിക്കും. കാരണം ഒരു കാര്യം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വീഡിയോ വഴിയെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഉണ്ടാക്കിയ സംഭവം കാണിച്ചു തരാം. ഞാൻ കുറച്ചും കൂടെ ഇവിടെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുമ്പം സക്സസ് ആവാറാണ് പതിവ്. അത് ഞാൻ ഉണ്ടാക്കി. പിന്നെ അവിയൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നന്നായിട്ട് ഉണ്ടാക്കണം എന്ന്. കഴിച്ച് കഴിയുമ്പോൾ പറയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാസ് കറി വേൾഡിൽ എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ് ഉള്ളത്. അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ അവിയൽ ഉണ്ടാക്കിയേക്കുന്നത്. എൻ്റെ ഈ ക്യാബേജിൻ്റെ റെസിപ്പിയും അവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ നന്നായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ പായസം വെച്ചിട്ടുണ്ട്. പായസം നമ്മളിവിടെ എല്ലാ പ്രാവശ്യവും ഓണം വിഷുവൊക്കെ ആയാലും ഈ സേമിയ പായസം തന്നെ. അപ്പോൾ ഇത് തന്നെയാണ് ഇത്തവണ വെക്കുന്നത്. കഴിഞ്ഞ വിഷുവിന് ബാക്കി വന്നത് ഇതോടെ രണ്ടും കൂടെ ചേർത്തിട്ട് വെക്കുന്നത്. എങ്ങനെ ഇരിക്കും? ഇത് കണ്ട് പപ്പടം, കിച്ചടി, ബീട്രൂട്ട്, പിന്നെ ഇത് ഇഞ്ചിക്കറി, പിന്നെ മറ്റേ സംഭവങ്ങളൊക്കെ ഉപ്പേരി സംഭവങ്ങൾ.
ഇതാണ് ഞാൻ വെച്ച ക്യാബേജ്. കുറച്ച് ആണ് അവിയൽ. അവിയൽ ഇങ്ങനെ ഇതുപോലെ ഇലയിലൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നു. നമുക്ക് കഴിച്ചിട്ട് നോക്കാം നല്ലതാണോ. അപ്പോൾ ഈ സാഹചര്യം ഇതായതുകൊണ്ടാണ്, മറ്റേ അല്ലെങ്കിൽ രാവിലെ തന്നെ കുളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ കാണും. വലിയ പരിപാടിയൊന്നുമില്ല, ഇവിടെ സദ്യ വെക്കും കഴിക്കും, അത്ര അല്ലാതെ വലിയ പരിപാടികളൊന്നുമില്ല. പിന്നെ ഇനിയും പായസവും കൂടെ ആയിക്കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇല വെട്ടണം, നമുക്ക് ഇല വെട്ടിയാലോ. വാ. ഒത്തിരി ചിലപ്പോൾ നിങ്ങളെ ഒത്തിരി പോകും. എനിക്ക് വലിയ ഫ്രഷല്ല കാണുന്നത്. നീട്ടി വെട്ടിയെടുത്ത അല്ലെങ്കിൽ രണ്ടെണ്ണ കിട്ടിയുള്ളൂ. എനിക്കിനി അവര് വരട്ടെ, എനിക്ക് അവര് വെട്ടട്ടെ. എനിക്ക് ഹൈറ്റ് എത്താത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെള്ളം വെച്ചിട്ടാണ് ആകെ വെള്ളം കിട്ടുന്നത്. വേറെ വെള്ളമില്ല, അവിടെയൊന്നും വെള്ളം വരില്ല. ഇല കഴിയില്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എൻ്റെ അകത്തുണ്ടോ? അല്ല ചിലമ്പികളയോ അങ്ങനെയൊക്കെ. ഇനി ഒരു 3 ഇലയും കൂടെ വേണം. അങ്ങനെ 2 വാഴയില സെറ്റായിട്ടുണ്ട്. 2 വാഴയിലൊക്കെ മതി. അല്ല അങ്ങനെയല്ല, 5 വേണം. അപ്പോൾ ബാക്കി അവർ സെറ്റാക്കട്ടെ. എനിക്ക് ഹൈറ്റ് എത്തുന്നില്ല, കണ്ടില്ലേ വാഴയൊക്കെ ആജാൻ പ്രോബ്ലം. നമുക്ക് വലിയ ഹൈറ്റ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഫ്രഷായിട്ട് കാണാം. ഞാൻ ഫ്രഷായിട്ട് കഴിക്കുന്നത്. കാരണം ഇങ്ങനെ കഴിക്കണം. ഈ പായസം തിളച്ചു തുടങ്ങി. അത് പായസം തിളയ്ക്കുമ്പോൾ ഈ സാധനം ഇടാനാണ് പറഞ്ഞത്. എനിക്കറിയുന്നില്ല കേട്ടോ, പായസമായിട്ട് എനിക്കൊരു ബന്ധമില്ല. പായസം ഏറെക്കുറെ തിളച്ചു തുടങ്ങി. ഇതെന്തെങ്കിലും ഇതിനകത്ത് ഇടണം. തിളച്ച് വരുന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഇടുവോ എനിക്കറിയത്തില്ല കേട്ടോ. പായസം എനിക്ക് വലിയ പിടിച്ചിട്ട് ചൂട് കെട്ടിയുള്ള പരന്ന പാത്രത്തിൽ അടപ്പ് വെക്കാതെ കുക്കറിൽ ഉപയോഗിക്കുക. പാൽ തിളപ്പിക്കുക. തിളയ്ക്കുന്ന പാലിലേക്ക്. ഇത് കഴിഞ്ഞ വിഷുവിന് വാങ്ങിച്ച ഇത് കറക്റ്റ്. ഇതിന്റെ ഡേറ്റ് എത്ര അറിയാം? എക്സ്പയറി ഡേറ്റ് 31 ഓഗസ്റ്റ് 2026. നെയ്യില്ലായിരുന്നു. ഇനിയിപ്പം അറിയാൻ മാത്രം വേണം നെയ്യ്. അതിലുള്ള പരിപാടിയായിട്ട് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ് മുന്തിരി കയ്യിലില്ല. അപ്പൊ ഇതിന്ന് പെറുക്കി എടുക്കായിരിക്കും. നമുക്ക് ഈ സേമിയ ഇതിനകത്ത് പൊട്ട് കൊടുക്കാതെ ഞാൻ മൈക്ക് കൂട്ടണം വിചാരിച്ചാലും വയ്യ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ അതെ ഈ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. കശുവണ്ടി പിന്നെ മുന്തിരി 2 ഉണ്ടല്ലോ. എല്ലാ വർഷവും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് അങ്ങനെ വാങ്ങിക്കുവാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുമോ? ഇതിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇഗ്നോർ ദ അപ്പുറത്തെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഒരു കവറും കൂടെ ഉണ്ട്, അതിനകത്തും സെപ്പറേറ്റ് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് മുന്തിരി ഇല്ല. വേറെ മുന്തിരി ഇത്ര ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെയല്ലേ. ഇനി രണ്ടാമത്തെ ആ ഒരു പായസം, രണ്ടാമതുള്ളത് ഇതാ. ഇതൂടെ പൊട്ടിക്കണം. ഇത് മുന്തിരിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയറായിട്ടാണോ കേൾക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ സംസാരിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. നമ്മൾ വൃന്ദത്തിൽ ചെയ്യുന്ന പോലെയല്ല ഇങ്ങനെയൊന്നും ചെയ്യും. അപ്പൊ ഇതിൽ നമുക്ക് ഇത്ര കിട്ടിയേക്കുന്നു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ധാരാളം.
അപ്പോൾ ഒട്ടും സമയം വൈകാതെ നമുക്ക് പോയിടാം. മിക്സ് ചെയ്താലേ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാൻ ചെയ്യുന്ന 3ാമത്തെ വ്ളോഗാണ്. അട്ടവിച്ച് ഇടയ്ക്ക് തോന്നുന്നു അതിനായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് ആയിക്കോളും. അമ്മ വീട്ടിലും പോയിട്ടോ അമ്മ എനിക്ക് തെറ്റായിട്ട് എനിക്ക് ഇതായിട്ട് എടുത്തു. ഞാൻ നെയ്യ് വേണം, നെയ്യ് വന്നാൽ ഇതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് അവസ്ഥ ഇതാണ്. കുറുകി കഴിയുമ്പോഴത്തേക്ക് പഞ്ചസാര കറക്റ്റാണോ നോക്കുക. എന്നിട്ട് മറ്റേ നെയ്യിൻ്റെ അകത്ത് കിസ്മിസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നെയ്യിൽ വറുത്തിട്ടില്ലേ, അതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് പായസത്തിൻ്റെ പരിപാടി. അതിപ്പോൾ ഓൾമോസ്റ്റ് മിക്സ് ആയല്ലോ. കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ മാങ്ങ ഇത് ഇൻസ്റ്റൻ്റാണ്, കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഇതാളൊക്കെ അങ്ങനെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, തിളച്ചു തുടങ്ങി. അപ്പോൾ ട്രാൻസാക്ഷൻ ആയല്ലോ. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടുണ്ട്, ഞാൻ കഴിക്കണം. അങ്ങനെ ഓണത്തിൻ്റെ പരിപാടി ഞാൻ ശർക്കര വരട്ടി കഴിച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. പരിപാടി കഴിഞ്ഞു, ഒന്നുമില്ല. ആരടി സ്കൂള് കഴിഞ്ഞതോട് കൂടിയിട്ട് ഓണം പരിപാടി കഴിഞ്ഞു. അങ്ങനെ ആസ് യൂഷ്വൽ പതിവ് പോലെ ഞാൻ വർക്ക് ചെയ്യാൻ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണോ സംക്രാന്തി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് വർക്ക് ചെയ്താലേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് അങ്ങ് എൻഡ് ചെയ്യാന്ന്. നമുക്കൊരു ഓണത്തിന്റെ പാട്ട് പാടാം. എന്താ അഭിപ്രായം? അപ്പൊ എല്ലാവരുടെ ഓണം എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നോ, അടിപൊളിയായിരുന്നോ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ലിറിക്സ് തിരുവാവണിരാവ് മനസാകി ചുണ്ടി മലരാണ പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് ചുണ്ടി മലരാണ പാട്ട്. മാവിൻ കൊമ്പേറും മറുപാലിക്കുയിലേ മാവേലി തമ്പാന്റെ വരവാകാൻ ചൊല്ലുവാവണിരാവ് മനസാകി ചുണ്ടി മലരാണ. നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം. ചിന്തൻ ബൈ.